ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീട്രൂട്ട് പച്ചടി റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്, 1 കപ്പ് തൈര്, 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1 ഉണക്കമുളക്, 1 ടീസ്പൂൺ കടുക്, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം ഒരു ചട്ടി വെക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആഡ് ചെയ്യാം. ഇതൊരു മീഡിയം സൈസ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ബീട്രൂട്ട് നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് തേങ്ങ, 2 പച്ചമുളകും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താണ്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് 1 കപ്പ് തൈരാണ്. എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കാം. അതിന് വേണ്ടി ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.